വെൽക്കം ടു CSEP ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024-ലും 2025-ലും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണിത്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഡ്രോയർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ചസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡ്രോവർ ആരാണെന്നാണ് കേട്ടോ. ഡെറ്ററാണോ, ബാങ്കറാണോ, ഏജൻ്റാണോ, ക്രെഡിറ്ററാണോ, ആരാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ പ്രോമിസറി നോട്ടാണെങ്കിൽ എങ്ങനെയാണ് പറയുക, ഐ പ്രോമിസ് ടു പേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പണം നൽകാം എന്ന് പറഞ്ഞ് ഡെറ്ററാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഞാൻ തരാം എന്ന് പറഞ്ഞ അയാൾ ഉറപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, അതിന് നേരെ മറിച്ചാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പണം കിട്ടാനുള്ള ആൾ, അതായത് ക്രെഡിറ്ററാണ് അതെന്ത് ചെയ്യുന്നത്, ഡ്രോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരിക ആരാണ്? ഡെറ്ററാണോ, ബാങ്കറാണോ, ഏജൻ്റാണോ, ക്രെഡിറ്ററാണോ? ക്രെഡിറ്ററാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക അല്ലേ. ഓക്കെ, ഇവിടെ ക്രെഡിറ്ററാണ് വരിക. ക്രെഡിറ്റർ ഡ്രോ ചെയ്യണതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പിന്നെ ഡെറ്റർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാണ് അതിന് വാലിഡിറ്റി ആവുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫ്രം വിച്ച് ഇയർ? ഏത് വർഷമാണ് ആപ്ലിക്കബിൾ ആയത്? 1962, 1966, 1963, 1969. ഏത് വർഷമാണ്? 1966 കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആപ്ലിക്കബിൾ ആയത്. അതിൻ്റെ ഡേറ്റും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇപ്പോൾ ഡേറ്റ് അടക്കമാണ് ചോദിക്കാറ്. മാർച്ച് 1 കേട്ടോ. മാർച്ച് 1, 1966 ആപ്ലിക്കബിൾ ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറൻസി നോട്ട്സ് ഇൻ വിച്ച് വൺ പോർഷൻ ഈസ് മിസ്സിങ് ഈസ് നോൺ ആസ്. ഒരു പോർഷൻ മിസ്സായ നോട്ട്സിന് എന്ത് പേരിലാണ് അറിയപ്പെടുക? മ്യൂട്ടിലേറ്റഡ് നോട്ട്സ് ആണോ, വാഷ്ഡ് നോട്ട്സ് ആണോ, മിസ്മാച്ച് നോട്ട്സ് ആണോ, ഇംപെർഫെക്റ്റ് നോട്ട്സ് ആണോ? കറൻസി നോട്ട്സ് ഇൻ വിച്ച് വൺ പോർഷൻ ഈസ് മിസ്സിങ് ഈസ് നോൺ ആസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ, മ്യൂട്ടിലേറ്റഡ് നോട്ട്സ് ആണ് ഈ പേരിൽ അറിയപ്പെടുക. മ്യൂട്ടിലേറ്റഡ് നോട്ട്സ് കേട്ടോ. ഇനി ഡേയ്സ് ഓഫ് ഗ്രേസ് മീൻസ്, ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഡാഷ് എക്സ്ട്രാ ഡേയ്സ് ആർ ആഡഡ് ടു കാൽക്കുലേറ്റ് ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് എ ബിൽ. ഒരു ബില്ലിന് കുറച്ച് ദിവസം കൂടുതലായി കൊടുക്കും അല്ലേ. അപ്പോൾ അത് 5 ആണോ 10 ആണോ 7 ആണോ 3 ആണോ? അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 3 3 ഡേയ്സ് ആണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. 3 ഡേയ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ്, വൈറ്റ് കാർഡ് റെഫേഴ്സ് ടു, ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വൈറ്റ് കാർഡ് റെഫേഴ്സ് ടു കാർഡ്സ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്, ഡെബിറ്റ് കാർഡ്സ്, കൗണ്ടർ ഫീറ്റ് കാർഡ്സ്, ഡ്യൂപ്ലിക്കേറ്റ് കാർഡ്സ്. അപ്പോൾ ഈ വൈറ്റ് കാർഡ് എന്നറിയപ്പെടുന്നത് ഏത് കാർഡാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൗണ്ടർ ഫീറ്റ് കാർഡ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് മാൽ പ്രാക്ടീസസിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന കാർഡ് അല്ലേ, നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് വൈറ്റ് കാർഡ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ. ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ. ആർക്കാണ് കൊടുക്കുന്നത് ഗ്യാരണ്ടി? ക്രെഡിറ്റർ ആണോ, പ്രിൻസിപ്പൽ ഡെറ്റർ ആണോ, കസ്റ്റമർ ആണോ, ഷ്യൂവർട്ടി ആണോ? ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ആണ്. ഏതാണ് ഉത്തരമായിട്ട് വരിക? ക്രെഡിറ്റർ കേട്ടോ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ ആരാണ്? FW ടൈലർ, S ജോർജ്, ഹെൻറി ഫയോൾ, മാക്സ് വെബർ. നമുക്കറിയാവുന്ന ആളാണ്. FW ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. അടുത്തത്, ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എസെൻസ്. കുറച്ച് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് പ്ലാനിങ്, കോർഡിനേഷൻ, ഡയറക്റ്റിംഗ്, ഓർഗനൈസിങ്. എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കോർഡിനേഷനാണ് ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള വരിക കേട്ടോ. കോർഡിനേഷനാണ് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്. എക്സ്പാൻഡ് MBO എന്നതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മെത്തേഡ് ബൈ ഒബ്ജക്റ്റീവ് ആണോ, മെത്തേഡ് ബൈ ഓപ്പർച്യൂണിറ്റി ആണോ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ആണോ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണോ? അപ്പോൾ MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ് MBO എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ MBO എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് അപ്രോച്ചാണ്. അവിടെ മാനേജേഴ്സും എംപ്ലോയീസും വർക്ക് ടുഗദർ
ഒരു സെറ്റ് ഓഫ് റെക്കോർഡ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. മാത്രമല്ല ഗോൾസ് മോണിറ്റർ ചെയ്യും. ഗോൾസ് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ഓൾറെഡി ഫോർ എ സ്പെസിഫിക് പീരിയഡിന് അവർ സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം അത് കറക്റ്റായിട്ട് അതിൽ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുകയും കൂടി ചെയ്യും കേട്ടോ. അതാണ് ഈ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ദാറ്റ് അറൈസ് സ്പോണ്ടേനിയസ്ലി ഡ്യൂ ടു ദി ഇൻറ്ററാക്ഷൻ അറ്റ് വർക്ക് ഈസ് കോൾഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, ഡെലിഗേഷൻ, ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഇൻറ്ററാക്ഷൻസ്, വർക്കിനിടയ്ക്കുള്ള ഇൻറ്ററാക്ഷൻസ് ആണ് എന്ത്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പ്ലാൻഡ് അല്ല, അങ്ങനെ വന്നു പോകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെഷ്യലൈസേഷൻ റിക്വയർസ്. സ്പെഷ്യലൈസേഷൻ പ്രിൻസിപ്പിൾ എന്താണ് അതിന് ആവശ്യമുള്ളത്? ഡിവിഷൻ ഓഫ് ലേബർ ആണോ, ഡീസെൻട്രലൈസേഷൻ ഓഫ് വർക്കാണോ, സെൻട്രലൈസേഷൻ ഓഫ് വർക്കാണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെഷ്യലൈസേഷൻ? പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവാൻ എന്താ വേണ്ടത്? ഡിവിഷൻ ഓഫ് ലേബർ ഡിവൈഡ് ചെയ്യണോ അല്ലേ. അപ്പോൾ മാത്രമല്ലേ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കേട്ടോ, സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ ലേബർ ഡിവൈഡ് ചെയ്യണം. അതാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അടുത്തത്, people perform better in their jobs when they are given supportive feedback and this comes under. ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ്. കാരണം ആളുകൾക്ക് ബെറ്റർ ആയിട്ടുള്ള ജോബ്സിൽ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും കൂടി പെർഫോം ചെയ്യും നന്നായിട്ട്. അതിന് നീഡ് ഫോർ പവർ ആണോ, നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ആണോ, നീഡ് ഫോർ പ്രോഗ്രസ് ആണോ, നീഡ് ഫോർ അഫിലിയേഷൻ എന്നാണോ, ഏത് സെക്ഷനിലാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ വരുന്നത് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറഞ്ഞ ഹെഡിലാണത് വരിക കേട്ടോ. നീഡ് ഫോർ അഫിലിയേഷൻ എന്നാണ് അതിനെ പറയും. അടുത്തത്, ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് എ മാനേജർ ക്യാൻ മാനേജ്. ഒരു മാനേജർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സ് അല്ലെ, നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ്. ഡെവലപ്മെൻ്റ് ആണോ, ഡെലിഗേഷൻ ആണോ, സ്പാൻ ഓഫ് മാനേജ്മെൻ്റ് ആണോ, ജോബ് റൊട്ടേഷൻ ആണോ, ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് എ മാനേജർ ക്യാൻ മാനേജ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സ്പാൻ ഓഫ് മാനേജ്മെൻ്റ് ആണ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് സ്പാൻ ഓഫ് കൺട്രോൾ എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. പിന്നെ ഡെവലപ്മെൻറ്റ് അവർ ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവേഴ്സൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് സ്ഥിരമായിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ, ഒരു മൊണോട്ടണി വരാതിരിക്കാൻ എന്തു ചെയ്യും, മൂവിങ് എംപ്ലോയീസ് എന്ന് പറയും. മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് സർക്കാർ സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാർക്കറിയാം, പ്രൈവറ്റ് സ്കൂളിലുണ്ടോയെന്ന് അറിയില്ല. റൊട്ടേഷനായിരിക്കും, എല്ലാ ബെഞ്ചിലും മാറി നമുക്കിരിക്കാം. അപ്പോൾ ലാസ്റ്റ് ബെഞ്ച് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാ ബെഞ്ചിലും ഇരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും. ഓക്കെ, അതാണ് അതേപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ഓരോ ബെഞ്ചിലാവും നമ്മളിരിക്കുക. സോ നമുക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലമില്ല. അതേപോലെ മൂവിങ് എംപ്ലോയീസ് ബിറ്റ്വീൻ ജോബ്സ് ടു ഇൻക്രീസ് എക്സ്പീരിയൻസ്. അവരുടെ എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യും. അവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസും പഠിക്കാൻ പറ്റും. അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ലീഡർ അലൗ കംപ്ലീറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. കംപ്ലീറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കൊടുക്കുന്ന ലീഡേഴ്സ് ഏത് തരത്തിൽപ്പെട്ടവരാണ്? പെർസ്യൂസ് ആണോ, അതോ ഇൻ്റലക്ച്വൽ ലീഡേഴ്സ് ആണോ, ലേസസ് ഫെയർ ആണോ, ക്രിയേറ്റീവ് ലീഡേഴ്സ് ആണോ? ആരാണ് ആ ടൈപ്പ് ഓഫ് ലീഡേഴ്സ് അറിയപ്പെടുന്നത്? അപ്പോൾ ലേസസ് ഫെയർ ലീഡേഴ്സാണ് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുക്കുന്നത്. അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡയറക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് കയറി വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ SCUവിൻ്റെ ക്ലർക്കാണ് കേട്ടോ. ക്ലർക്ക് പോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അവരുടെ ടോപ്പിക്കിൽ അത് ഇൻക്ലൂഡായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് നമ്മൾ പഠിക്കുക, ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. സെക്രട്ടറിയുടെ സിലബസ് വന്നിട്ടുണ്ട്. സോ ഏകദേശമൊക്കെ ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഡയറക്ഷൻ. അതൊന്ന് മാനേജ്മെൻറ്റ് വന്നല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ പുറകെ പോകണ്ട. കണ്ടപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. 2024-25 നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് വെറൈറ്റി ആയി തോന്നുന്ന, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കിട്ടാത്ത വല്ല ടോപ്പിക്കുകളുണ്ടെങ്കിൽ, നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടെത്തി പഠിക്കണം. ഓക്കെ.
വിച്ച് among the following is not an element of direction? ഡയറക്ഷൻ്റെ എലമെൻറ്റ് അല്ലാത്തത് ഏത്? ഡയറക്ഷൻ്റെ എലമെൻറ്റ് അല്ലാത്തത് ഏത്? മോട്ടിവേഷൻ, ഓർഗനൈസിങ്, ലീഡർഷിപ്പ്, സൂപ്പർവിഷൻ. വിച്ച് among the following is not an element of direction? ഡയറക്ഷൻ്റെ എലമെൻറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഗനൈസിങ് വന്നിട്ടുണ്ട്, അതുതന്നെയാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. പെർഫോമൻസ് അപ്രൈസൽ സെർവ്സ് ആസ് എ ബേസിസ് ഫോർ. പെർഫോമൻസ് അപ്രൈസൽ എന്തിൻ്റെ ബേസാണ്? സ്റ്റാഫിങ്ങിൻ്റെ ആണോ, പെർഫോമൻസിൻ്റെ ആണോ, ട്രെയിനിങ് ആണോ, പ്രൊമോഷൻ ആണോ? അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ റിലേറ്റ്സ് ടു പ്രൊമോഷൻ കേട്ടോ, പ്രൊമോഷനാണ്. അടുത്തത് അഫിലിയേഷൻ ഫീ ഓഫ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ്. അഫിലിയേഷൻ ഫീസ് എന്തിൻ്റെ ബേസിലാണ് തീരുമാനിക്കുന്നത് എന്നാണ്. എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിസീവ്ഡ് ആണോ, വർക്കിംഗ് ക്യാപിറ്റൽ ആണോ, ഷെയർ ക്യാപിറ്റൽ ആണോ, എമൗണ്ട് ഓഫ് ലോൺസ് അഡ്വാൻസ്ഡ് ആണോ? അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഷെയർ ക്യാപിറ്റലാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ് നോർമലി പറയുക കേട്ടോ. ഇവിടെ ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ, സോ നമുക്ക് ഷെയർ ക്യാപിറ്റൽ എടുക്കാം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അടുത്തത് KYC ആണ്. KYCയുടെ ഫുൾ ഫോമാണ് ചോദിച്ചിട്ടുള്ളത്, നോ യുവർ കസ്റ്റമർ അല്ലേ. ഓക്കെ, KYCയുടെ ഫുൾ ഫോം നോ യുവർ കസ്റ്റമർ ആണ്. അടുത്തത് അൺപെയ്ഡ് എക്സ്പെൻഡിച്ചർ കേട്ടോ. അൺപെയ്ഡ് എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൽ എവിടെയാണോ കാണിക്കുകയെന്ന്? ഡിഫേർഡ് റവന്യൂ ആയിട്ടാണോ, ഡിഫേർഡ് എക്സ്പെൻഡിച്ചർ ആയിട്ടാണോ കാണിക്കുക, ക്യാപിറ്റൽ റിസർവ് ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ലയബിലിറ്റീസ് ആണോ? അൺപെയ്ഡ് എക്സ്പെൻഡിച്ചർ അല്ലേ, അപ്പോൾ എന്തായാലും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ് ആണ് കാണിക്കുക. ഓക്കെ, അൺപെയ്ഡ് എക്സ്പെൻഡിച്ചർ ലയബിലിറ്റീസിലാണ് കാണിക്കുക. അടുത്തത് ഡാഷ് ബിഗിൻസ് വേർ അക്കൗണ്ടിങ് എൻഡ്സ്. അക്കൗണ്ടിങ് എൻഡ് ചെയ്യുമ്പോൾ എന്തു തുടങ്ങും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻറ്റേർണൽ ചെക്കാണോ, ഇൻറ്റേർണൽ കൺട്രോൾ ആണോ, ഓഡിറ്റിംഗ് ആണോ, ബുക്ക് കീപ്പിംഗ് ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ബുക്ക് കീപ്പിംഗ് കഴിയുമ്പോൾ അക്കൗണ്ടിങ് തുടങ്ങുന്നു. അതേപോലെ തന്നെ അക്കൗണ്ടിങ് കഴിയുമ്പോൾ എന്തു തുടങ്ങും? ഓഡിറ്റിംഗ് തുടങ്ങും അല്ലേ, അങ്ങനെ തന്നെയല്ലേ പ്രോസസ്സ്. അടുത്തത് ഇൻറ്റേർണൽ ഓഡിറ്റർ ഹാസ് ടു സബ്മിറ്റ് റിപ്പോർട്ട്സ് ടു. ഇൻറ്റേർണൽ ഓഡിറ്റർ ആർക്കാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇൻറ്റേർണൽ ഓഡിറ്റർ ആർക്കായിരിക്കും സബ്മിറ്റ് ചെയ്യുക? ഇൻറ്റേർണൽ ഓഡിറ്റർ കമ്മിറ്റഡ് ടു മാനേജ്മെൻ്റ് ആണ് കേട്ടോ. സോ മാനേജ്മെൻറ്റിനാണ് ഇൻറ്റേർണൽ ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യുന്നത്. അടുത്തത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇത് എന്തിൻ്റെ റൂളാണെന്നാണ്. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ അത് നമ്മുടെ റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ്. സ്റ്റോക്ക് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ ആണോ, കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ആയിട്ടാണോ, കോസ്റ്റ് മാത്രമാണോ, മാർക്കറ്റ് പ്രൈസ് മാത്രം നോക്കിയിട്ടാണോ? നമുക്കറിയാമല്ലേ, കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ ആണ് സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ് അറ്റ്. നന്നായി പഠിക്കണം. സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ കേട്ടോ. ഇൻ ഓഡിറ്റിംഗ് ഫ്രോഡ് മീൻസ്, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഓഡിറ്റിംഗ് ഫ്രോഡ് മീൻസ് എന്താ? ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡിറ്റിങ്ങിലെ ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ആൻഡ് ഗുഡ്സ് ആണോ, ഫോൾസ് റെപ്രസെൻറ്റേഷൻ ആണോ, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണോ? ഇതെല്ലാം ഓരോ തരത്തിലുള്ള ഫ്രോഡുകളാണ് അല്ലേ. സോ നമുക്ക് ഓൾ ഓഫ് ദീസ് സെലക്ട് ചെയ്യാം. ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. എല്ലാം ഫ്രോഡുകൾ തന്നെ അല്ലേ. അടുത്തത് ഡിപ്രിസിയേഷൻ ഈസ് പ്രൊവൈഡ് ഓൺ. ഡിപ്രിസിയേഷൻ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിക്റ്റീഷ്യസ് അസറ്റിനാണോ, കറണ്ട് അസറ്റിനാണോ, ഫിക്സഡ് അസറ്റിനാണോ, ലയബിലിറ്റിക്കാണോ? ഫിക്സഡ് അസറ്റിനാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ അല്ലേ. അടുത്തത് ദ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പോയിൻറ്റഡ് ബൈ. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണോ, ജനറൽ ബോഡി ആണോ, RCS ആണോ, DCA ആണോ? ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ജനറൽ ബോഡിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജനറൽ ബോഡിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓഡിറ്റ് മെമ്മറാണ്ടം പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്നാണ്. ഓഡിറ്റ് മെമ്മറാണ്ടം പ്രിപ്പയർ ചെയ്യുന്നത് ഓഡിറ്ററാണോ, ഇൻസ്പെക്ടറാണോ, സൊസൈറ്റി ആണോ, രജിസ്ട്രാർ ആണോ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റ് മെമ്മറാണ്ടം പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഓഡിറ്ററാണ് അല്ലേ. ഓക്കെ, ടെസ്റ്റ് ചെക്കിങ് ഷുഡ് നോട്ട് ബി അപ്ലൈ ടു. ടെസ്റ്റ് ചെക്കിങ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് അല്ലേ. ബിൽ ബുക്കിനാണോ? ബിൽ ബുക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്യാം, പർച്ചേസ് ബുക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്യാം, സെയിൽസ് ബുക്ക് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? ബാങ്ക് റീകൺസിലേഷൻ, BRS ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാണ് പറയണത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ടെസ്റ്റ് ചെക്കിങ് ഷുഡ് നോട്ട് ബി അപ്ലൈഡ് ടു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഹാൻഡ് ബുക്ക് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ. കോപ്പറേറ്റീവ് ഓഡിറ്ററുടെ ഹാൻഡ് ബുക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണെന്നാണ്.
അപ്പോൾ വർക്കിംഗ് പേപ്പേഴ്സ് ഉണ്ട്, ഓഡിറ്റ് മാനുവൽ കൊടുത്തിട്ടുണ്ട്, ഓഡിറ്റ് നോട്ട്, ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ ഏതാണ് കൊടുക്കുക? ഓഡിറ്റ് മാനുവലാണ് കേട്ടോ. കറക്റ്റ് ആൻസറായിട്ട് വരിക ഓഡിറ്റ് മാനുവലാണ്. ഓക്കെ, ഓഡിറ്റ് മാനുവലാണ് കറക്റ്റ് ഉത്തരമായിട്ട് വരിക. അതായത് വർക്കിംഗ് പേപ്പറും ഓഡിറ്റ് നോട്ടും. ഓഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്റ് നോട്ടിൽ നമ്മുടെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. വർക്കിംഗ് പേപ്പർ ആളുടെ പേഴ്സണൽ റെക്കോർഡാണ്, ആൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനത്തെ. മറ്റേത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഓഡിറ്റ് നോട്ടിൽ ഉണ്ടാവുക. ഇപ്പോൾ എവിടെയാണ് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലത്തെ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് നോട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവരുടെ ഹാൻഡ് ബുക്ക് എന്നറിയപ്പെടുന്നത് ഓഡിറ്റ് മാനുവലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എളുപ്പമുള്ള ചോദ്യമാണ്, എളുപ്പമാണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഞാനത് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ. അത് ലെഡ്ജറാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളത് കണ്ടുണ്ടാവും. ഇനിയിപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. ഡാഷീസ് അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം, ഡാഷീസ് എ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നമ്മൾ ലെഡ്ജറാണ് കൊടുത്തിട്ടുള്ളത്, ജേണലാണ് പ്രൈം എൻട്രി കേട്ടോ. അതാണ് എളുപ്പം. നമ്മൾ കൂടുതൽ എളുപ്പമാകുമ്പോൾ നമ്മൾ കൂടുതൽ തെറ്റിക്കുമല്ലോ, ആ ഒരു അവസ്ഥയിലും സംഭവിച്ചതാണ്. ഓക്കെ, അപ്പം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഉപകാരപ്പെടുന്നുണ്ടോ, ഇതിൽ കൂടുതൽ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്